ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിലെ സോനാമാർഗ് തുരങ്കപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ആസിയാൻ രാജ്യങ്ങളിലെ ഡിജിറ്റൽ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ 5ാമത് യോഗത്തിന് ഇന്ന് തായ്ലൻഡിലെ ബാങ്കോക്കിൽ തുടക്കം. നിലമ്പൂർ എംഎൽഎ സ്ഥാനം രാജിവച്ച് PV അൻവർ സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് മഹാകുംഭമേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മകരവിളക്കിനൊരുങ്ങി ശബരിമല. പമ്പ സദ്യ ആരംഭിച്ചു. പമ്പ വിളക്ക് ഇന്ന്. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ സോനാമാർഗ് തുരങ്കപാത ഉദ്ഘാടനം ചെയ്തു. സമുദ്രനിരപ്പിൽ നിന്ന് 8650 അടി ഉയരത്തിൽ 12 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് തുരങ്കപാത. തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ പങ്കെടുത്ത തൊഴിലാളികളുമായി പ്രധാനമന്ത്രി ആശയവിനിമയവും നടത്തി. തുരങ്കപാതയുടെ ഉദ്ഘാടനത്തിന് ശേഷം പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ലോഹ്രി, മകരസംക്രാന്തി, പൊങ്കൽ, മാഘ് ബിഹു ഉത്സവങ്ങൾ രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും നാനാത്വത്തിൽ ഏകത്വത്തിന്റെയും പ്രതീകങ്ങളാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഈ ശുഭ അവസരത്തിൽ രാജ്യത്തും വിദേശത്തും താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ ജനതയ്ക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ഈ ആഘോഷങ്ങൾ പ്രകൃതിയുടെ പ്രത്യേകതകളാണെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു. തൈപ്പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ 6 ജില്ലകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് അവധി നൽകിയത്. ആസിയാൻ രാജ്യങ്ങളിലെ ഡിജിറ്റൽ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ 5ാമത് യോഗം തായ്ലൻഡിലെ ബാങ്കോക്കിൽ ഇന്ന് ആരംഭിക്കും. മേഖലയുടെ ഡിജിറ്റൽ ഭാവിയെക്കുറിച്ച് മന്ത്രിതല ചർച്ചകൾ സമ്മേളനത്തിൽ നടക്കും. PV അൻവർ നിലമ്പൂർ എംഎൽഎ സ്ഥാനം രാജിവച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീറിന് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. കാലാവധി തീരാൻ 1.5 വർഷം ശേഷിക്കെയാണ് രാജി. തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുമെന്നും UDF-നായി രംഗത്തിറങ്ങുമെന്നും PV അൻവർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രയാഗ്രാജിൽ ആരംഭിച്ച 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭാരതീയ മൂല്യങ്ങളും സംസ്കാരവും നെഞ്ചേറ്റുന്ന കോടിക്കണക്കിന് ആളുകളുടെ പ്രത്യേക ദിനമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തിന്റെ ഈ മേള തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും ജീവിതത്തിന് പുതിയ ഊർജ്ജവും ഉത്സാഹവും നൽകുമെന്ന് പ്രധാനമന്ത്രി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. മകരവിളക്കിനൊരുങ്ങി സന്നിധാനവും പരിസര പ്രദേശങ്ങളും. പമ്പ സദ്യ ആരംഭിച്ചു. പമ്പ വിളക്കും ഇന്ന് നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നാളെ രാവിലെ 10 ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടില്ല. തിരുവാഭരണ പേടകവാഹകർ മല കയറിയ ശേഷം മാത്രമേ പ്രവേശനം അനുവദിക്കൂ. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാകും 18ാം പടി കയറാൻ അനുവദിക്കുക. മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പുരോഗമിക്കുകയാണ്. മകരവിളക്കിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങായ പമ്പ സദ്യ ആരംഭിച്ചു. വൈകിട്ട് 6-ന് പമ്പയിൽ ദീപം തെളിച്ച് പമ്പ വിളക്കും നടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ന് സ്പെയിനിലേക്ക് പുറപ്പെടും. വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ സ്പെയിൻ സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ ശ്രീ ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. ഇറാനും 3 യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള 3ാം വട്ട ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ പുനരാരംഭിക്കും. 2 ദിവസത്തെ യോഗത്തിൽ ആണവ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ഇറാൻ, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളും പങ്കെടുക്കും. ഇറാന്റെ താൽപര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സമാപന സമ്മേളനം ചലച്ചിത്ര താരം പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
സ്പീക്കർ AN ഷംസീർ അധ്യക്ഷത വഹിക്കുന്ന സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര നടൻ ഇന്ദ്രൻസിനെ ആദരിക്കും. 150-ലധികം ദേശീയ അന്തർദേശീയ പ്രസാധകർ പുസ്തകോത്സവത്തിൽ പങ്കെടുത്തു. പല വിഭാഗങ്ങളിലായി 70ഓളം പരിപാടികൾ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. 350ഓളം പുസ്തക പ്രകാശനങ്ങളും 60-ലധികം പുസ്തക ചർച്ചകളും നടന്നു. കുട്ടികൾക്കായി സ്റ്റുഡൻസ് കോർണർ, ഭക്ഷ്യമേള, വിവിധ കലാപരിപാടികൾ എന്നിവയും ഇത്തവണത്തെ പുസ്തകോത്സവത്തിന്റെ സവിശേഷതകളായിരുന്നു. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 24 രാജ്യങ്ങൾ പങ്കെടുക്കും. ഇന്ന് രാത്രി 8:30-ന് ആതിഥേയരായ ഇന്ത്യയും നേപ്പാളും ഏറ്റുമുട്ടും. പൂനെ സ്വദേശി പ്രതീക് വൈഗാറാണ് ഇന്ത്യ പുരുഷ ടീമിനെ നയിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശി ബി നിഖിലും ടീമിലുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രിയങ്ക ഇംഗിളാണ് വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒഡീഷ FCയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ മുംബൈയിൽ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ FC ആതിഥേയരായ മുംബൈ സിറ്റി FCയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം സ്ഥാപക ദിനാഘോഷത്തിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ചടങ്ങിൽ മിഷൻ മൌസം പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കമിടും. രാജ്യത്തെ ക്ലൈമറ്റ് സ്മാർട്ട് രാഷ്ട്രമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇന്ന് ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ കണക്കനുസരിച്ച് ഡൽഹിയിലേക്കുള്ള 12 ട്രെയിനുകൾ 2 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. പുതിയ യാത്രാസമയം പരിശോധിക്കണമെന്ന് യാത്രക്കാർക്ക് റെയിൽവേ നിർദ്ദേശം നൽകി. ആഭ്യന്തര ക്രിക്കറ്റിൽ അണ്ടർ-19 വനിതാ ഏകദിന ട്രോഫി ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി മുംബൈയുടെ ഇറ ജാദവ്. ബംഗളൂരുവിൽ മേഘാലയയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ 157 പന്തിൽ 42 ഫോറും 16 സിക്സും ഉൾപ്പെടെ പുറത്താകാതെ 346 റൺസാണ് ഇറ നേടിയത്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 344 പോയിന്റ് നഷ്ടത്തിൽ 77,011-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 120 പോയിന്റ് കുറഞ്ഞ് 23,315-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. സ്വർണം ഗ്രാമിന് 25 രൂപ ഉയർന്ന് 7,340 രൂപയും പവന് 200 രൂപ വർദ്ധിച്ച് 58,720 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച മഹാരാഷ്ട്ര സന്ദർശിക്കും. INS സൂറത്ത്, INS നീലഗിരി, INS വാഗ്ഷീർ എന്നിവ മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തിന് സമർപ്പിക്കും. സന്ദർശന വേളയിൽ നവി മുംബൈയിലെ ഗാർഘറിലെ ഇസ്കോൺ ക്ഷേത്രവും മോദി ഉദ്ഘാടനം ചെയ്യും. വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ 50ാം വാർഷിക ആഘോഷങ്ങൾക്ക് മുംബൈയിൽ തുടക്കമായി. മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മുൻ താരങ്ങളായ സുനിൽ ഗാവസ്കർ, വിനോദ് കാംബ്ലി എന്നിവരുൾപ്പെടെ മുംബൈ ക്രിക്കറ്റ് ഇതിഹാസങ്ങളെ MCA പ്രസിഡന്റ് അജിങ്ക്യ നായിക് മെമന്റോ നൽകി ആദരിച്ചു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുക്കും. ഈ മാസം 20-നാണ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുന്നത്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ 24 പേർ മരിച്ചു. 12,300-ലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 1,05,000 പേരെ സ്ഥലത്തുനിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ മഴയെ തുടർന്ന് ശ്രീലങ്കയിൽ 13 ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയർന്നു. ദ്വീപിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കടൽത്തീരങ്ങളിൽ കനത്ത മഴ പെയ്യുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് റിസർവോയറുകളുടെ താഴെയുള്ള ജനങ്ങൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. പശ്ചിമ ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രമായ സാവോ ടോം ആന്റ് പ്രിൻസിപ്പിൽ പ്രധാനമന്ത്രി ഇൽസ അമോഡോ വാസ് രാജിവച്ചു. ഗവൺമെന്റിന്റെ നിർദ്ദിഷ്ട ക്യാബിനറ്റ് ലിസ്റ്റ് പ്രസിഡന്റ് കാർലോസ് വിലാനോവയ്ക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് പരസ്യമാക്കിയതിനെ തുടർന്നാണ് രാജി. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റിൽ ഹരിയാന, കർണാടക, വിദർഭ, മഹാരാഷ്ട്ര എന്നീ ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനൽ മത്സരങ്ങൾ ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നടക്കും. ഈ മാസം 18-ന് വഡോദരയിലാണ് ഫൈനൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മു കാശ്മീരിലെ സോനാമാർഗ് തുരങ്കപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ആസിയാൻ രാജ്യങ്ങളിലെ ഡിജിറ്റൽ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ 5ാമത് യോഗത്തിന് ഇന്ന് തായ്ലൻഡിലെ ബാങ്കോക്കിൽ തുടക്കം. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് മഹാകുംഭമേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മകരവിളക്കിനൊരുങ്ങി ശബരിമല. പമ്പ സദ്യ ആരംഭിച്ചു. പമ്പ വിളക്ക് ഇന്ന്. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.